അല്ല, ഒരു നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടാം. ഏതെങ്കിലും രണ്ടുപേരും. നമ്മൾ സാധാരണ ഈ ഒരു മൂളിപ്പാട്ടൊക്കെ പാടില്ലേ? നിങ്ങൾക്ക് പിടികിട്ടാത്ത ഭാഷയിലേ ഞാൻ പാടുള്ളൂ. എന്നാ ആ ഭാഷ നമുക്ക് പിടിക്കും. ഓക്കെ. Oh, près de ma blonde, qu'il fait bon, fait bon, fait bon. Oh, près de ma blonde, qu'il fait bon dormir. À jardin de mon frère, les lauriers sont fleuris. À jardin de mon père, les lauriers sont fleuris. Tous les oiseaux du monde vont y faire la nuit. Oh, près de ma blonde, qu'il fait bon, fait bon, fait bon. അതെ, നേരത്തെ മാഡം പാടി തുടക്കുന്നതിന് മുന്നേ രേണുകയുടെ മനസ്സിലൊരു ഭാവമുണ്ട്, ഞാൻ ഇന്ന് ചീഫ് സെക്രട്ടറിയെ പാടി തോപ്പിക്കും, പക്ഷെ ചീഫ് സെക്രട്ടറി അവളെ തോപ്പിച്ചു. ഇതേതാ ഭാഷ? അത് നിങ്ങൾ പഠിച്ചു. എന്തായാലും ക്ലൂ തരൂ. സാഹിത്യത്തിന്റെ ഭാഷയാണ്. ഗംഭീരമായിട്ട് പാടി കേട്ടോ. കാരണം എന്താ അറിയോ, വേറെ കാര്യമുണ്ട്. ഭാഷ മനസ്സിലായില്ലെങ്കിലും സംഗീതത്തിന്റെ ഒരു അല്ലെ, അതന്നെയല്ലേ നമ്മുടെ കലകളുടെ നഴ്സറി പാട്ടാണ്. നമ്മള് നഴ്സറി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. എന്നാലും ഇങ്ങനെ പൊളി വൈബായിട്ട് നമ്മുടെ മാഡം ഇങ്ങനെ തകർക്കുകയാണ്. ഇനിയിപ്പോ നേരെ മത്സരങ്ങൾ ഇന്നലെ കണ്ടോ? എങ്ങനെയാണ്? രാവിലെ ഒരു നൃത്താവിഷ്കരണം ഉണ്ടായിരുന്നല്ലോ, അത് വളരെ ആവശ്യത്തോടു കൂടി കണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ വേണ്ടി വന്നു. ഇന്നിനി കാണും? ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനേതാ ചോദിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണല്ലേ. അപ്പൊ എന്തായാലും മാഡം ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, വരണം. നമുക്ക് ഇതുപോലെ വൈബായിട്ട് ഈ കലോത്സവത്തിന് എത്തുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു ഉപദേശം നൽകാനുള്ളത്? അടിച്ചു പൊളിക്കുക, അല്ലാതെ വേറെ ഉപദേശം